നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ഇത്തവണയും ലീഗ് 5 മന്ത്രിസ്ഥാനം ആവശ്യപ്പെടുമോ? UDFന് ഭരണം ലഭിച്ചാൽ മുസ്ലിം ലീഗിന് വീണ്ടും 5 മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടി വരുമെന്ന ചില പ്രചാരണങ്ങൾ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട്. CPM-ഉം BJP-യുമാണ് ഈ പ്രചരണത്തിന് പിന്നിലെന്നാണ് UDF വൃത്തങ്ങൾ പറയുന്നതെങ്കിലും ലീഗിൻ്റെ ചില രാഷ്ട്രീയ ഉപശാലകളിൽ അരങ്ങേറിയ ചർച്ചകളും സംവാദങ്ങളുമാണ് ഇത്തരത്തിലേക്കൊരു നിഗമനത്തിലേക്ക് എത്താൻ രാഷ്ട്രീയ നിരീക്ഷകരെ പ്രേരിപ്പിക്കുന്നത്. 2011-16 കാലത്തെ UDF മന്ത്രിസഭയിൽ ലീഗിന് 5 മന്ത്രിമാരുണ്ടായിരുന്നു. കേവലം ഒരു സീറ്റിൻ്റെ ബലത്തിൽ മാത്രം ഭരിച്ചിരുന്ന ഉമ്മൻചാണ്ടിക്ക് ലീഗ് പറയുന്നത് പോലെ കേൾക്കേണ്ടി വന്നു. ആദ്യം 4 മന്ത്രിമാരെയും പിന്നീട് ഒരു മന്ത്രിയെയും നൽകേണ്ടി വന്നു. അങ്ങനെയാണ് കുപ്രസിദ്ധമായ 5ാം മന്ത്രി വിവാദം ഉണ്ടാകുന്നത്. എന്നാൽ ഇപ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം UDF അധികാരത്തിലെത്തുന്ന ഒരു അവസ്ഥയുണ്ടായാൽ ലീഗ് 5 മന്ത്രിസ്ഥാനം ചോദിക്കുമെന്നുള്ള സൂചനകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രചരണങ്ങൾ വ്യാപകമായി കേരളീയ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. CPM-ഉം BJP-യും ലീഗിൻ്റെ കയ്യിലേക്ക് ഭരണം പോകുമെന്നുള്ള തരത്തിലുള്ള പ്രചരണങ്ങൾ ശക്തമാക്കിയിട്ടുമുണ്ട്. ഇതിനൊരു കാരണമുണ്ട്. ലീഗ് 5 മന്ത്രിമാരെ ആവശ്യപ്പെടുമെന്നുള്ള ചില സൂചനകൾ അവരുടെ നേതാക്കളിൽ നിന്ന് തന്നെ പുറത്തു വന്നു. 2026 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ലീഗിന് ഏതാണ്ട് ഒരു 22 മുതൽ 24 വരെ MLA-മാർ ഉണ്ടാകുമെന്നുള്ള ആത്മവിശ്വാസമാണ് ആ പാർട്ടി പ്രകടിപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ തങ്ങൾക്ക് 5 മന്ത്രിമാരെ കിട്ടിയേ തീരൂ, 5 മന്ത്രിമാർക്ക് അർഹതയുണ്ടെന്നുള്ള പഴയ നിലപാടിൽ ലീഗ് ഉറച്ചു നിൽക്കും, അല്ലെങ്കിൽ പഴയ നിലപാട് ലീഗ് പൊടി തട്ടിയെടുക്കും. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് വീണ്ടും വലിയ പ്രതിസന്ധിയിലാവും. ഹൈന്ദവ ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ പിന്തുണ കോൺഗ്രസിന് നഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം ലീഗിന് സമ്മർദ്ദത്തിന് വഴങ്ങി 5 മന്ത്രിമാരെ നൽകി എന്നുള്ള ഒരു ആക്ഷേപമായിരുന്നു. എല്ലാ സമുദായ നേതാക്കളും, ഹൈന്ദവ ക്രിസ്ത്യൻ സമുദായ നേതാക്കളെല്ലാം അത് പലതവണ പറയുകയും ചെയ്തു. ഉമ്മൻചാണ്ടിക്ക് അന്ന് വേറെ നിവൃത്തി ഉണ്ടായില്ല. ലീഗിന് മന്ത്രിസ്ഥാനം കൊടുത്താൽ മാത്രമേ, അല്ലെങ്കിൽ 5ാമത്തെ മന്ത്രിയെ ലീഗിന് നൽകിയാൽ മാത്രമേ ഉമ്മൻചാണ്ടി മന്ത്രിസഭ അന്ന് നിലനിൽക്കുമായിരുന്നുള്ളൂ എന്നതാണ് വാസ്തവം. അതുകൊണ്ട് ഗത്യന്തരമില്ലാതെയാണ് ഉമ്മൻചാണ്ടി ഒരു മന്ത്രിയെ കൂടി എക്സ്ട്രാ ലീഗിന് നൽകിയത്. എന്നാൽ അതേൽപ്പിച്ച പരിക്കുകൾ വലുതായിരുന്നു. അതിൽ നിന്ന് ഇപ്പോഴും രക്ഷപ്പെടാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. BJP ശരിക്കും മുതലെടുത്തത്, പ്രത്യേകിച്ച് കോൺഗ്രസിലെ നായർ ഈഴവ വോട്ട് ബാങ്കുകളിലെല്ലാം ഒരു പരിധിവരെ തങ്ങളോടൊപ്പമാക്കാൻ BJPക്ക് കഴിഞ്ഞത് ഈ 5ാം മന്ത്രിയായിരുന്നു. 2026 ഭരണത്തിലെത്തുമ്പോൾ വീണ്ടും 5 മന്ത്രിമാരെ ലീഗ് ചോദിച്ചാൽ, ആവശ്യപ്പെട്ടാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് കഴുത്തിൽ കത്തിവെച്ച പോലെയാവും. പിന്നെ ഒരു രാഷ്ട്രീയ ആത്മഹത്യയിലേക്ക് കോൺഗ്രസിന് പോകേണ്ടി വരും. കാരണം പണ്ടത്തെ പോലെയല്ല, BJP കേരളത്തിലും കേന്ദ്രത്തിലും അതിശക്തമാണ്. കോൺഗ്രസിലെ അസംതൃപ്തരെ മുഴുവൻ വലിച്ചെടുക്കാൻ അവർ ഒരുങ്ങുകയാണ്. അതുമാത്രമോ, CPM ആകട്ടെ ന്യൂനപക്ഷങ്ങളുടെ കേന്ദ്രീകരണമാണ് കോൺഗ്രസിൽ നടക്കുന്നതെന്നും ഭൂരിപക്ഷത്തിന് അവിടെ വലിയ സാധ്യതയില്ലെന്നും മറ്റുള്ള പ്രചരണങ്ങൾ നിരന്തരം നടത്തുകയാണ്. വെള്ളാപ്പള്ളി നടേശനെ പോലുള്ളവർ ആ പ്രചരണത്തിൽ ആളുന്ന തീയിൽ എണ്ണയൊഴിച്ച് നൽകുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ CPM-ഉം BJP-യും ഇക്കാര്യം എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ള ഭയം കോൺഗ്രസിന് നന്നായുണ്ട്. ലീഗ് 5 മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടാൽ അത് വലിയ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി തങ്ങൾക്കുണ്ടാക്കുമെന്നും അത് നൽകാതിരിക്കാൻ ഒരു പക്ഷേ കഴിയില്ല എന്നുമുള്ള നിലപാടിലേക്കാണ് കോൺഗ്രസ് എത്തുന്നത്. ഒരു 100 സീറ്റ് UDF-നുണ്ടായാൽ, കോൺഗ്രസിന് ഒരു 60 MLA-മാരുണ്ടായാൽ ലീഗിൻ്റെ ഈ സമ്മർദ്ദത്തെ മറികടക്കാൻ കഴിയുമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ സംഭവിച്ചേക്കില്ല എന്നുള്ള സൂചനയാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ നൽകുന്നത്. കാരണം CPM-ന് ഏതായാലും ഒരു 50 സീറ്റ്, അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് 50 സീറ്റ് ഉറപ്പാണ്. പിന്നെ പരമാവധി പോയാൽ ഒരു 80 അല്ലെങ്കിൽ 75 സീറ്റിലേക്കാണ് UDF എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ, ഭരണം കിട്ടിയാൽ പോലും. അങ്ങനെ വരുമ്പോൾ ലീഗിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വരും. അങ്ങനെ വഴങ്ങിയാൽ വീണ്ടും ഒരു രാഷ്ട്രീയ പ്രതിസന്ധി കോൺഗ്രസിനുണ്ടാവും. ഹൈന്ദവ വിഭാഗങ്ങളും ക്രൈസ്തവ വിഭാഗങ്ങളും കോൺഗ്രസിനെ വീണ്ടും ഉപേക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് വരും. ഏതായാലും ലീഗിൻ്റെ 5ാം മന്ത്രിസ്ഥാനം, ലീഗ് വീണ്ടും 5ാമതൊരു മന്ത്രിയെ വേണമെന്ന് ആവശ്യപ്പെട്ടാൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമായിരിക്കും. ഇത്തരത്തിലുള്ള പ്രചരണം ഇപ്പോൾ BJP-യും CPM-ഉം തുടങ്ങിക്കഴിഞ്ഞു. അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്നോർത്ത് കോൺഗ്രസ് തലപൊക്കുകയാണ്.